വയനാട് പുനരധിവാസം വൈകുന്നതിൽ പ്രതിഷേധിച്ച യുഡിഎഫിന്റെ കളക്ട്രേറ്റ് വളയൽ സമരം ഇന്നലെ നടത്തിയ രാപ്പകൽ സമരത്തിന്റെ തുടർച്ചയായാണ് കളക്ട്രേറ്റ് വളയൽ. ദുരന്തബാധിതരുടെയും യുഡിഎഫ് പ്രവർത്തകരുടെയും നേതൃത്വത്തിലാണ് പ്രതിഷേധം. ആഷിഖ് റഹ്മാനുണ്ട്. ആഷിഖ്, എങ്ങനെയാണ് പ്രതിഷേധം പുരോഗമിക്കുന്നത്? സമരമാണ് ഇത്. ജീവിക്കാൻ വേണ്ടി നടത്തുന്ന സമരത്തെയാണ് ഈ രീതിയിൽ ഇവിടെ പോലീസ് നോക്കി നിൽക്കാൻ കാര്യം ആളുകളെ പുറത്തിറക്കി വിടണം. അവര് വളരെ സമാധാനത്തോടു കൂടി ഞങ്ങൾ നടത്തിയ സമരത്തെ പൊളിക്കാൻ വന്ന ഈ ആളുകളെ ഇവിടെ ഞങ്ങൾ നോക്കി നിൽക്കാൻ പോലീസിന്റെ സംരക്ഷണത്തോട് കൂടിയിട്ട് ഇവിടേക്ക് ആളുകൾ കയറുന്ന സാഹചര്യം നിലവിലുണ്ടായി. നിങ്ങളെല്ലാരും പുറത്തേക്ക് ഇറങ്ങിക്കോളേ, പറഞ്ഞില്ല. ആഷിഖ് റഹ്മാനുടെ വിശദാംശങ്ങളുമായി. ആഷിഖ്, പ്രവർത്തകരുടെ വലിയൊരു സംഘം തന്നെ ഉണ്ടെന്ന് കാണാം. എത്തരത്തിലാണ് പ്രതിഷേധം പുരോഗമിക്കുന്നത്? അതിര ഈ വയനാട് കളക്ടറേറ്റിലേക്ക് ജീവനക്കാരെ പ്രവേശിച്ചതുമായി ബന്ധപ്പെട്ടാണ് നിലവിൽ തർക്കം നിലനിൽക്കുന്നത്. യുഡിഎഫ് പ്രവർത്തകരും പോലീസും തമ്മിലാണ് ഈ ഒരു തർക്കം നിലനിൽക്കുന്നത്. ഇന്ന് വയനാട് കളക്ടറേറ്റ് പൂർണ്ണമായും യുഡിഎഫ് വളയുകയാണ്. ഇതിന്റെ ഭാഗമായിട്ട് രാവിലെ മുതൽ തന്നെ വലിയ പ്രതിഷേധം ഈ കളക്ടറേറ്റ് തളയുമായി ബന്ധപ്പെട്ട് നിലനിന്നു. ഇതിന് പിന്നാലെയാണ് ചില ജീവനക്കാർ ഈ കളക്ടറേറ്റിന്റെ പുറകുവശത്ത് കൂടി കയറാൻ ശ്രമിച്ചെന്ന് ആരോപിച്ചപ്പോൾ യുഡിഎഫ് പ്രവർത്തകർ പ്രതിഷേധിക്കുന്നത്. ഈ പ്രവർത്തകർ ഇപ്പോൾ പോലീസ് ഇതിന്റെ ഉള്ളിലുണ്ട്, ഈ ജീവനക്കാരുടെ ഉള്ളിലുണ്ടെന്ന് ആരോപിച്ചാണ് ഇപ്പോൾ യുഡിഎഫിന്റെ പ്രവർത്തകരെ മനഃപൂർവ്വം ഇവിടെ ഒരു അക്രമം ഉണ്ടായി എന്ന് വരുത്തി തീർക്കാൻ പോലീസ് നടത്തുന്ന കള്ളക്കളിയാണ് ഈ സമരം പൊളിക്കാനുള്ള. അതിന് എന്തായാലും ഈ കളക്ടറേറ്റിന്റെ ഉള്ളിൽ ചില ഉദ്യോഗസ്ഥർ, ചില ഭരണപക്ഷ അനുകൂല ഉദ്യോഗസ്ഥർ കയറിയെന്ന് ആരോപിച്ചാണ് നിലവിലൊരു പ്രതിഷേധം നടക്കുന്നത്. എന്തായാലും യുഡിഎഫ് പ്രവർത്തകർ വലിയ പ്രതിഷേധം തന്നെയാണ് ഇവിടെ സംഘടിപ്പിക്കുന്നത്. പ്രധാനമായിട്ടും ആരെയും ഇതിലേക്ക് കയറ്റിവിടില്ലാത്തവർ നേരത്തെ പ്രഖ്യാപിച്ചത്. പക്ഷേ ചില ആൾക്കാർ ഈ ഗേറ്റിന്റെ പുറകുവശത്തുള്ള ഗേറ്റിലൂടെ ഈ കളക്ടറേറ്റിന്റെ അകത്തേക്ക് കയറിയെന്നാണ് ഇപ്പോൾ പ്രധാന. വയനാട് പുനരധിവാസം വൈകുന്നതുമായി ബന്ധപ്പെട്ടാണ് യുഡിഎഫിന്റെ പ്രതിഷേധം പുരോഗമിക്കുന്നത്. നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ പ്രവർത്തകരുടെ വലിയൊരു സംഘം തന്നെയുണ്ട്. കളക്ടറേറ്റ് വളഞ്ഞുള്ള പ്രതിഷേധമാണ് ഈ ഘട്ടത്തിൽ നടക്കുന്നത്. ഇന്നലെ ഇപ്പോൾ രാപ്പകൽ സമരം ആരംഭിച്ചിരുന്നു. നമുക്കറിയാവുന്നതുപോലെ പുനരധിവാസം വൈകുന്നതുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിൽ യുഡിഎഫ് വലിയ പ്രതിഷേധം സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇന്നലത്തെ രാപ്പകൽ സമരത്തിന്റെ തുടർച്ച എന്നോണമാണ് ഇന്നിപ്പോൾ ഈ കളക്ടറേറ്റ് വളയൽ സമരവും അത്തരത്തിലുള്ള പ്രതിഷേധത്തിലേക്കും യുഡിഎഫ് പ്രവർത്തകർ കടന്നിരിക്കുന്നത്. ആഷിഖ് റഹ്മാനുണ്ട്. ആഷിഖ്, തുടരാം. കളക്ടറേറ്റ് വളയുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധം വലിയ രീതിയിൽ രാവിലെ തന്നെ ആരംഭിച്ചതാണ്. പക്ഷേ അത് ഈ ചില ഭരണപക്ഷ അനുകൂല നേതാക്കൾ ഇടപെട്ട അത് പൊളിച്ചു എന്നാണ് പ്രധാനമായും ആരോപണം ഉന്നയിക്കുന്നത്. വലിയ പ്രതിഷേധമാണ് പ്രധാനമായിട്ടും ഇവർ ഈ ഒരു ഭാഗത്തായി നടത്തുന്നത്. എന്തായാലും ഇപ്പോൾ യുഡിഎഫ് പ്രവർത്തകരുടെ മുദ്രാവാക്യം വിളിക്കുകയാണ്. കാരണം ഈ ഗേറ്റിന്റെ പുറകുവശത്തുള്ള പ്രധാന ഗേറ്റിലാണ് യുഡിഎഫ് നേതാക്കളടക്കം ഈ ഒരു ഉപരോധം സംഘടിപ്പിച്ചത്. അതിന് ബദലായിട്ട് അതിന് പുറകുവശത്തൂടെയുള്ള ഒരു സ്ഥലത്ത് നിന്ന് ഈ ചില ജീവനക്കാരെ ഇതിന്റെ ഉള്ളിലേക്ക് കയറ്റാൻ ശ്രമിച്ചു എന്ന് ആരോപിച്ചാണ് ഈ ഗേറ്റ് കടന്നുകൊണ്ട് തന്നെ യുഡിഎഫ് പ്രവർത്തകരെത്തി പോലീസിന്റെ വിലക്ക് മറികടന്നുകൊണ്ട് എത്തി ഒരു പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. എന്തായാലും വ്യാപകമായ പ്രതിഷേധമാണ് ഇതിന്റെ കളക്ടറേറ്റിന്റെ പടിക്കൽ, അതായത് കളക്ടറേറ്റിന്റെ കോമ്പൗണ്ടിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇവിടെ വലിയ പ്രതിഷേധമാണ്. 2 ദിവസം മുമ്പ് ഈ ഒരു സമരം യുഡിഎഫ് നടക്കുന്നത്. അത് ഇന്നലെ രാത്രി സമരമായിട്ട് പൂർണ്ണമായും
വയനാട് കളക്ടറേറ്റ് വളഞ്ഞ് ഒരാളെയും ഇതിലേക്ക് കയറ്റില്ല എന്നൊരു പ്രഖ്യാപനം യുഡിഎഫിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. പക്ഷേ അത് തെളിക്കുന്ന രീതിയിൽ ചില ജീവനക്കാർ കളക്ടറേറ്റിന്റെ ഉള്ളിൽ കയറി എന്നുള്ളതാണ് പ്രധാനമായി ചിന്തിക്കുന്നത്. അതിലെ ചില പോലീസുകാർ തന്നെ ഒത്താശ ചെയ്തു എന്നുള്ളതാണ് പ്രധാനമായും ചിന്തിക്കുന്നത്. വലിയ പ്രതിഷേധം തന്നെ ഇവിടെ ഭാഗത്തുണ്ടാകുന്നു. മതി തുറന്നുകൊണ്ടുള്ള മറ്റേ മൈക്കിൾ വിളിച്ച് പറഞ്ഞേക്കാം. എല്ലാ ഗേറ്റും ഇന്നലെ തുടങ്ങിയ രാപ്പകൽ സമരത്തിന്റെ തുടർച്ച എന്നോണമാണ് ഇന്ന് UDF പ്രവർത്തകർ കളക്ട്രേറ്റ് വളഞ്ഞ് പ്രതിഷേധിക്കുന്നത്. ഈ വയനാട്ടിലെ ദുരന്തബാധിതരെ അവഗണിക്കുന്നു, അവരുടെ പുനരധിവാസം വൈകിപ്പിക്കുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ മുൻനിർത്തിയാണ് വലിയ തോതിൽ UDF പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇന്നലെ ഇപ്പോൾ നമുക്കറിയാവുന്നതുപോലെ UDFന്റെ രാപ്പകൽ സമരം ആരംഭിച്ചിരുന്നു. ഇന്നാണിപ്പോൾ രാപ്പകൽ സമരം അവസാനിക്കുക. അതിൻ്റെ തുടർച്ചയായാണ് ഇത്തരത്തിൽ വലിയ പ്രതിഷേധത്തിന് UDF തുടക്കം കുറിച്ചിരിക്കുന്നത്. പ്രവർത്തകരുടെ വലിയ സംഘം തന്നെയുണ്ട് കളക്ട്രേറ്റ് ജീവനക്കാരെ തടഞ്ഞും പ്രതിഷേധം തുടരുകയാണ്. ക്യാമറ എടുത്താൽ പറയും. അവിടെ എടുത്തില്ല.